ഇംഗ്ലീഷിൽ വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഇന്നത്തേത്. നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വളരെ കുഞ്ഞ് ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും അതിൻ്റെ മീനിങ് ആകെ മാറിപ്പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ ഏതാണ് ആ ടോപ്പിക് എന്നല്ലേ? ഇഫ് ഐ ന്യൂ എന്ന് പറയുന്നതും ഇഫ് ഐ ഹാഡ് നോൺ എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് വളരെ വലിയ ഒരു വ്യത്യാസം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ എത്രയോ ഗുണങ്ങൾ ഉണ്ട്, നമ്മുടെ സംസാരത്തിൽ അത് എത്രയോ ചേഞ്ചസ് വരുത്തും എന്ന് മനസ്സിലാക്കുന്നത് നമ്മളിത് ഈ ലെസൺ മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ലെസൺ എന്താണ് എന്ന് നോക്കാം. ഇഫ് ഐ ന്യൂ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ്, അതുപോലെ ഇഫ് ഐ ഹാഡ് നോൺ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ്, ഇത് രണ്ടും കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ ഭാഗമാണ്. സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷണൽ എന്ന് കേൾക്കുമ്പോൾ പല കുട്ടികൾക്കും വല്ലാത്ത ഒരു നെർവസ്നെസ് ആണ്, ആകെ മിസ്റ്റേക്ക് വരും എന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തില്ല. ഇന്ന് നമ്മളത് പഠിക്കുന്നത് ഒരു ഗ്രാമർ റൂൾ എന്ന നിലയ്ക്കല്ല, പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന നിലയ്ക്കാണ്. സംഭാഷണങ്ങളിലൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ആദ്യം നമുക്ക് ഇഫ് ഐ ന്യൂ എന്ന ആ ഒരു പാറ്റേൺ നോക്കാം. ഇഫ് ഐ ന്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷണലാണ്. സെക്കൻഡ് കണ്ടീഷണൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇമാജിനറി സിറ്റുവേഷനിൽ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ, പ്രസൻറ്റ് മൊമെൻറ്റിൽ ട്രൂ അല്ലാത്ത ഒരു കാര്യം, റൈറ്റ് നൗ ട്രൂ അല്ല. ഇപ്പോൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് ഐ ന്യൂ എന്നാണെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എനിക്കറിയില്ല എന്നാണ്. ഇഫ് ഐ ന്യൂ എന്ന് പറയുമ്പോൾ അറിഞ്ഞു എന്നല്ലേ, പക്ഷേ അതിനർത്ഥം റൈറ്റ് നൗ എനിക്ക് അറിയില്ല എന്നതാണ്. റൈറ്റ് നൗ ഐ ഡു നോട്ട് നോ. അപ്പോൾ ഇപ്പോൾ അറിയാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയില്ലേ? നമുക്ക് ഇപ്പോൾ റൈറ്റ് നൗ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യാണ് അതുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇപ്പോൾ ഇഫ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ നൗ പ്രസൻ്റ്ലി, ഈ റൈറ്റ് നൗ ഇപ്പോൾ എനിക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയില്ല. അപ്പോൾ ഇഫ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ ഐ വുഡ് കോൾ ഹിം, ഞാൻ അവനെ വിളിച്ചേനെ എന്നാണ്. ഇഫ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ ഐ വുഡ് കോൾ ഹിം. ഇപ്പോൾ അത് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഐ ഡു നോട്ട് നോ ഹിസ് നമ്പർ. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താ? എനിക്ക് ആ നമ്പർ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചേനെ. അപ്പോൾ ഇപ്പോൾ വിളിക്കാൻ നിവൃത്തിയുണ്ടോ? ഇല്ല. അതാണ് ഒരു സിറ്റുവേഷൻ. ഈ സെൻറ്റൻസ് ഇഫ് ഐ ന്യൂ എന്നതിന് പകരം ഇഫ് ഐ ഹാഡ് നോൺ എന്നായിരുന്നെങ്കിൽ, അതങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് നമ്മൾ പാസ്റ്റിലെ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ, ഇപ്പോഴല്ല, പ്രസൻറ്റ് മൊമെൻറ്റിനെ പറ്റിയല്ല പറയുന്നത്. പാസ്റ്റിലെ ഒരു കാര്യം, കഴിഞ്ഞു പോയ ഒരു കാര്യം, പാസ്റ്റിൽ എനിക്ക് അത് അറിവുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇഫ് ഐ ന്യൂ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ്, ഇമാജിനറി പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണ്. അതേസമയം ഇഫ് ഐ ഹാഡ് നോൺ എന്ന് പറയുമ്പോൾ തേർഡ് കണ്ടീഷനിലാണ്, അത് ഇമാജിനറി പാസ്റ്റ് ആണ്. പാസ്റ്റിലൊരു കാര്യം സംഭവിച്ചു, എനിക്ക് ഫോൺ നമ്പർ അറിയില്ലായിരുന്നു അവൻ്റെ, പക്ഷേ ഇഫ് ഐ ഹാഡ് നോൺ ഹിസ് നമ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ, അന്ന് പാസ്റ്റിലാണ്. അപ്പോൾ അത് പാസ്റ്റിലെ ഇമാജിനറി സിറ്റുവേഷനാണ്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലെ ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് സെക്കൻഡ് കണ്ടീഷണൽ. അതേസമയം തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത് പാസ്റ്റിലെ ഇമാജിനറി സിറ്റുവേഷനാണ്. പാസ്റ്റിലൊരു കാര്യം സംഭവിച്ചു, പക്ഷേ നമ്മൾ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണ്, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ ഇന്നത്തെ ലെസൺ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്താതെ അത് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഈ ലെസൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യുകയും വേണം. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് നോക്കാം. ഇഫ് ഐ ന്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ്, ഇത് ഹൈപ്പോത്തറ്റിക്കൽ, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ അതിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ
ഇഫ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പിന്നെ ഉപയോഗിക്കുന്നത് അടുത്ത ക്ലോസിൽ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ കാരണം അത് പാസ്റ്റ് ടൈം ആയതുകൊണ്ടല്ല, മറിച്ച് അത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഇമാജിനറി സിറ്റുവേഷനാണ്, അത് അൺലൈക്ലി ആണ്, ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എനിക്ക് ഫോൺ നമ്പർ, അവൻ്റെ ഫോൺ നമ്പർ അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഫോൺ നമ്പർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ല, നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഇഫ് ഐ ന്യൂ ദ ആൻസർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആൻസർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ. അപ്പോൾ എനിക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻ്റെ കണ്ടീഷൻ എന്താ? ഐ ഡു നോട്ട് നോ ദ ആൻസർ. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്, ഓ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. ഈ അങ്ങനെ ചെയ്തേനെ എന്ന് പറയുമ്പോഴാണ് അവിടെ വുഡ് ഉപയോഗിക്കുന്നത്. ആ വുഡ് ഉപയോഗിക്കുന്ന ആ ഒരു ക്ലോസ് അത് നമ്മുടെ ഇമാജിനറി വേൾഡാണ്. പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയല്ല, പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അവിടെയാണ് വുഡ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ ലീവ്ഡ് ക്ലോസർ ടു ദ സീ ഐ വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്ക്. നോക്കൂ ആ സെൻറ്റൻസ്, അതും ഒരു സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇഫ് ഐ ലീവ്ഡ് അത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ലീവ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലീവ്ഡ്. ഇഫ് ഐ ലീവ്ഡ് ക്ലോസർ ടു ദ സീ, ഞാൻ കടലിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നതെങ്കിൽ. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ അങ്ങനെയല്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്ക്, എല്ലാ ആഴ്ചയും ഞാൻ സ്വിമ്മിങ്ങിന് പോയേനെ എന്നാണ്. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ല, ഞാൻ ഇമാജിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ കടലിനടുത്തല്ല താമസിക്കുന്നത്. ഇഫ് ഐ ലിവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് അത് ഇമാജിനറി ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പാസ്റ്റ് ടൈമിലെ കാര്യം ആയതുകൊണ്ടല്ല. ഇഫ് ഐ സ്പോക്ക് 5 ലാംഗ്വേജസ് ഐ വുഡ് ഫീൽ so much more confident traveling. 5 ലാംഗ്വേജസ് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ട്രാവലിങ്ങിനൊക്കെ വളരെയധികം കോൺഫിഡൻസ് തോന്നിയേനെ എന്നാണ്, ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയേനെ എന്നാണ്. ഇവിടെ ഇഫ് ഐ സ്പോക്ക് 5 ലാംഗ്വേജസ്, ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താ? ഞാൻ 5 ലാംഗ്വേജസ് സംസാരിക്കുമോ? ഇല്ല, ഐ ഡോണ്ട് സ്പീക്ക് 5 ലാംഗ്വേജസ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ? ഇഫ് ഐ സ്പോക്ക്. സ്പീക്ക് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണത്. അപ്പോൾ ഇഫ് ഐ സ്പോക്ക് 5 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് കണ്ടീഷനിൽ എന്താണ്? 5 ലാംഗ്വേജസ് സംസാരിക്കില്ല എന്നതാണ് ഫാക്റ്റ്. അപ്പോൾ ട്രൂ അല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ സ്പോക്ക് 5 ലാംഗ്വേജസ് I would feel so much more confident traveling. ഇനി വേറൊരു എക്സാമ്പിൾ. ഇഫ് ഷീ ഹാഡ് മോർ ഫ്രീ ടൈം ഷീ വുഡ് ലേൺ ടു പെയിൻറ്റ്. ഇവിടെ ഇഫ് ഷീ ഹാഡ് മോർ ഫ്രീ ടൈം, അവൾക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ അവൾക്ക് ഫ്രീ ടൈം ഉണ്ടോ? ഇല്ല, ഷീ ഡസൻറ്റ് ഹാവ് ഫ്രീ ടൈം. അവൾക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവൾ പെയിൻറ് ചെയ്യാൻ പഠിച്ചേനെ എന്നാണ്. ഇഫ് ദ വെദർ വേർ ബെറ്റർ വി വുഡ് ഗോ ഫോർ എ വാക്ക്. ഇഫ് ദ വെദർ വേർ ബെറ്റർ, വെദർ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് നടക്കാൻ പോയേനെ എന്നാണ്. അപ്പോൾ ഇപ്പോൾ വെദർ നല്ലതല്ല. ഇഫ് ദ വെദർ വേർ ബെറ്റർ, നല്ലതായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ വെദർ വാസ് ബെറ്റർ അല്ല ഉപയോഗിച്ചത്, വേർ ബെറ്റർ ആണ്. അവിടെയും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അത് ഇമാജിനറി സിറ്റുവേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും ടു ബി ആകുമ്പോൾ വാസ് എന്നതിന് പകരം വേർ തന്നെ ഉപയോഗിക്കുക, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇഫ് ഐ വേർ, ഇഫ് ഹി വേർ, ഇഫ് ഷീ വേർ, അങ്ങനെ. ഇറ്റ് വേർ. If I were you, I would talk to him. If I were you. നോക്കുക, ഇമാജിനറി കണ്ടീഷനാണ്, ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ ഐ വുഡ് ടോക്ക് ടു ഹിം, ഞാൻ അവരോട് സംസാരിക്കുമായിരുന്നു. നോക്കൂ, ഐ വേർ യു, ഐ വാസ് അല്ല, ഐ വേർ യു.
ഇഫ് ഷീ were ഹിയർ ഷീ വുഡ് നോ വാട്ട് ടു ഡു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ആയിരുന്നെങ്കിൽ അവൾക്ക് അറിയാമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രദ്ധിക്കുക, ഇഫ് ഷീ വേർ ആണ് ഉപയോഗിച്ചത്. ഇതെല്ലാം അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പാസ്റ്റ് ടെൻസിലെ കാര്യമല്ല, പ്രസൻറ്റ് ഇമാജിനറി, പ്രസൻറ്റ് ഹൈപ്പോതെറ്റിക്കൽ, ഇപ്പോൾ ട്രൂ അല്ലാത്ത കാര്യം. അപ്പോൾ സെക്കൻഡ് കണ്ടീഷണലിനെ പറ്റി നമുക്ക് ഒന്നുകൂടി പറയാം, ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ. സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ഇമാജിനറി കണ്ടീഷനാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ ട്രൂ അല്ലാത്ത കാര്യത്തെ പറ്റിയാണ്. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ്, ദെൻ പാസ്റ്റ് സിമ്പിൾ ടെൻസ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ. ഇപ്പോൾ ട്രൂ അല്ലാത്ത ഒരു കാര്യം ആലോചിക്കുക, സെൻറ്റൻസ് ആക്കി കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ. അപ്പോൾ ഇമാജിനറി പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, അതാണ് സെക്കൻഡ് കണ്ടീഷണൽ. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് കണ്ടീഷണലാണ്. ഇവിടെ നമ്മൾ പ്രസൻറ്റിലെ കാര്യം അല്ല പറയുന്നത്. പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു കാര്യം സംഭവിച്ചു പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഓ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ, സംഭവിച്ച കാര്യം ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷേ എങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ എന്ന്. അതാണ് പാസ്റ്റ് ഇമാജിനറി, അതാണ് തേർഡ് കണ്ടീഷണൽ. ഇതിൻ്റെ സ്ട്രക്ചർ ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്ത ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അതാണ് പാറ്റേൺ, അതാണ് സ്ട്രക്ചർ. ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ പാസ്റ്റിൽ നടന്നുപോയ ഒരു കാര്യത്തെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ്. ഇഫ് ഐ ഹാഡ് നോൺ യുവർ ഫോൺ നമ്പർ ഐ വുഡ് ഹാവ് കോൾഡ് യു. നോക്കൂ, ഇഫ് ഐ ഹാഡ് നോൺ, ഹാഡ് കഴിഞ്ഞിട്ട് നോൺ, നോ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഹാഡ് നോൺ എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ഹാഡ് നോൺ യുവർ നമ്പർ ഐ വുഡ് ഹാവ് കോൾഡ് യു, ഐ വുഡ് ഹാവ് കോൾഡ് യു. കോൾഡ് എന്നത് കോൾ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല, പാസ്റ്റിലാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നു. സംഭവിച്ചത് എന്താ? ഐ ഡിഡ് നോട്ട് ഹാവ് യുവർ ഫോൺ നമ്പർ. ഇഫ് ഐ ഹാഡ് നോൺ യുവർ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ശരിയായ കാര്യം എന്താ? ഐ ഡിഡ് നോട്ട് ഹാവ് യുവർ ഫോൺ നമ്പർ. ഇഫ് ഐ ഹാഡ് സീൻ യു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ, പാസ്റ്റിലെ കാര്യമാണ്. അതിനർത്ഥം ഐ ഡിഡ്ന്റ് സീ യു. ഇഫ് ഐ ഹാഡ് ഗിവൺ യു എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തന്നിരുന്നുവെങ്കിൽ, പാസ്റ്റിലെ കഴിഞ്ഞ്. അപ്പോൾ ഗിഫ്റ്റ് തന്നോ? ഇല്ല, ഐ ഡിഡ് നോട്ട് ഗിവ് യു ദ ഗിഫ്റ്റ്. ഇഫ് ഐ ഹാഡ് ഗിവൺ യു ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് എന്താണ്? ഐ ഡിഡ് നോട്ട് ഗിവ് യു എ ഗിഫ്റ്റ്. ഇഫ് ഐ ഹാഡ് പണിഷ്ഡ് ഹിം, ഞാൻ അവനെ പണിഷ് ചെയ്തിരുന്നുവെങ്കിൽ, പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ പാസ്റ്റിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഐ ഡിഡ് നോട്ട് പണിഷ് ഹിം, ഞാൻ അവനെ ശിക്ഷിച്ചില്ല. അപ്പോൾ അതാണ് തേർഡ് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ റിഗ്രറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയാം. രണ്ട് തരത്തിലും അത് പറയാം. നടന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നടന്നില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയാം. ഇഫ് ഐ ഹാഡിൻറ്റ് ഗിവൺ യു എ ഗിഫ്റ്റ്, നോക്കൂ, ഇഫ് ഐ ഹാഡിൻറ്റ് എന്ന് ഉപയോഗിച്ച് നെഗറ്റീവ് ഫോമാണ് ഉപയോഗിച്ചത്. ഇഫ് ഐ ഹാഡിൻറ്റ് ഗിവൺ യു എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നില്ലായിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്താ? ഐ ഗേവ് യു എ ഗിഫ്റ്റ്. ഇഫ് ഐ ഹാഡിൻറ്റ് സീൻ യു, നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്താ? ഐ സോ യു. ഇനി നമുക്ക് ഒരു ടോപ്പിക് തന്നെ എടുത്തുകൊണ്ട് അത് സെക്കൻഡ് കണ്ടീഷനിലും അതിൻ്റെ തേർഡ് കണ്ടീഷനിലും ഒക്കെ ഒന്ന് നോക്കാം. സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അതാണ് ടോപ്പിക്. ഇനി സെക്കൻഡ് കണ്ടീഷനിലെ ഒരു സെൻറ്റൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്.
If I spoke English perfectly, I would feel so confident in every meeting. If I spoke ഇംഗ്ലീഷ് പെർഫെക്റ്റ്ലി, ഞാൻ ഇംഗ്ലീഷ് പെർഫെക്റ്റായി സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയേനെ എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇല്ല. ഇഫ് ഐ സ്പോക്ക് എന്നാണ് പറയുന്നത്. ഇഫ് ഐ സ്പോക്ക് ഇംഗ്ലീഷ് പെർഫെക്റ്റ്ലി എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് പെർഫെക്റ്റ്ലി. ഇപ്പോൾ റൈറ്റ് നൗ അതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് കണ്ടീഷനിൽ നോക്കാം. തേർഡ് കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ പാസ്റ്റിലേക്ക് പോകണം. അപ്പോൾ പറയേണ്ടത് ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് മോർ ആസ് എ ചൈൽഡ് ഐ വുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് മച്ച് ബെറ്റർ. ഞാൻ ഒരു ചൈൽഡ് ആയിരുന്ന സമയത്ത് ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, ചെയ്തോ? ഇല്ല. ചെയ്തിരുന്നെങ്കിൽ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സ്പോക്കൺ മച്ച് ബെറ്റർ, ഞാൻ കൂടുതൽ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചില്ല. അപ്പോൾ പാസ്റ്റിലെ ഒരു റിഗ്രറ്റാണത്. പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാസ്റ്റിലെ ഒരു റിഗ്രറ്റ് ആണ് അത്. പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുകയാണ്. അന്ന് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ. പ്രാക്ടീസ് ചെയ്തോ? ഇല്ല. ഇഫ് ഐ ന്യൂ ഹെർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ ഹെർ. ഞാൻ അവളുടെ ഫോൺ നമ്പർ അറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ റൈറ്റ് നൗ ഐ വുഡ് കോൾ ഹെർ, ഞാൻ അവളെ വിളിച്ചേനെ. സെക്കൻഡ് കണ്ടീഷണൽ. ഇപ്പോൾ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. ഇമാജിനറി പ്രസൻറ്റ് ആണ് അത്. ഇനി ഇഫ് ഐ ഹാഡ് നോൺ ഹെർ ഫോൺ നമ്പർ ഐ വുഡ് ഹാവ് കോൾഡ് ഹെർ. എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. നോക്കൂ, അത് പാസ്റ്റ് കാര്യമാണ് പറയുന്നത്. പാസ്റ്റ് ടൈമിലെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഫോൺ നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഫോൺ നമ്പർ എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ഐ ഡിഡ്ന്റ് കോൾ ഹെർ. ഇനി ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ് ഇല്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. റൈറ്റ് നൗ നിങ്ങൾക്ക് യു ഡു നോട്ട് ഹാവ് എ കാർ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇഫ് ഐ ഹാഡ് എ കാർ, എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം കുറേയും കൂടി ഈസിയർ ആയേനെ. നല്ല പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്യാനും എല്ലാം ഈസി ആയേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് ഐ ഹാഡ് എ കാർ ലൈഫ് വുഡ് ബി ഈസിയർ. കുറച്ചുകൂടി ലൈഫ് ഈസി ആയേനെ എന്നാണ്, കാർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ റൈറ്റ് നൗ കാറുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സാധാരണ ഇത്തരം സെൻറ്റൻസുകളിൽ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഫ് ക്ലോസിൽ വുഡ് ഉപയോഗിക്കുന്നതാണ്. ഇഫ് ഐ വുഡ് നോ ദ ആൻസർ, ഇഫ് ഐ വുഡ് നോ ദ ആൻസർ ഐ വുഡ് ടെൽ യു. അതൊരു മിസ്റ്റേക്ക് അല്ലേ? ഇഫ് എന്ന ആ ഒരു ക്ലോസിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ വുഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? അടുത്ത ക്ലോസിലാണ്. അപ്പോൾ ഇഫ് ഐ ന്യൂ ദ ആൻസർ ഐ വുഡ് ടെൽ യു എന്നാണ് വേണ്ടത്. വുഡ് ഉപയോഗിക്കേണ്ടത് മെയിൻ ക്ലോസിലാണ്. രണ്ട് സ്ഥലത്തും വുഡ് ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ആ സെൻറ്റൻസ് പറയാം. ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് ഹൗസ്. എനിക്ക് കൂടുതൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് ഹൗസ്, ഞാൻ ആ ഹൗസ് വാങ്ങുമായിരുന്നു എന്നാണ്. അപ്പോൾ കൂടുതൽ പൈസ ഉണ്ടായിരുന്നില്ല, അത് പാസ്റ്റിലെ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. കൂടുതൽ പൈസ ഉണ്ടായി. അപ്പോൾ ഇഫ് ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം ഐ ഹാഡ് എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഹാവ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് കണ്ടീഷനിലല്ലേ, പ്രസൻറ്റ് ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താ? ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് ഹൗസ്. എനിക്ക് കൂടുതൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഹാഡ് ആണ്. ഇഫ് ഐ ഹാഡ് എന്ന് പറയുമ്പോൾ ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ് അവിടെ. പിന്നത്തെ ഹാവ് എന്നതിൻ്റെ V3 ഫോമാണ്. അപ്പോഴാണ് ഹാഡ് എന്ന് വരുന്നത്.
ഹാഡ് സ്പോക്കൺ എന്ന് പറയില്ലേ? അപ്പോൾ സ്പോക്കൺ എന്നതല്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതുപോലെ ഹാഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാഡ് ഹെൽപ്പിംഗ് വേർബാണ്. പിന്നീട് രണ്ടാമത് പറയുന്ന ഹാവ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് ഹൗസ്. എനിക്ക് കൂടുതൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹൗസ് വാങ്ങുമായിരുന്നു. പക്ഷേ ഐ ഡിഡിൻറ്റ് ഹാവ് മണി. ഇനി വേറൊരു മിസ്റ്റേക്ക് വളരെ കോമൺ ആയിട്ട് വരുത്തുന്നത്, തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിന് പകരം ഹാവ് വിട്ടുപോകും, മറന്നുപോകും. അപ്പോൾ വുഡ് മാത്രം ഉപയോഗിക്കും. അപ്പോൾ അത് സെൻറ്റൻസ് റോങ് ആവും. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ഐ ഹാഡ് നോൺ വുഡ് ടോൾഡ് യു. തെറ്റല്ലേ? ഇഫ് ഐ ഹാഡ് നോൺ അത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ, പാസ്റ്റിലെ കാര്യമാണ്. ഇഫ് ഐ ഹാഡ് നോൺ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ വുഡ് ടോൾഡ് യു. ഇവിടെ ഐ വുഡ് ടോൾഡ് യു, ഐ വുഡ് ഹാവ് ടോൾഡ് യു എന്നാണ് പറയേണ്ടത്. വുഡ് ഹാവ് ടോൾഡ്, വുഡ് കഴിഞ്ഞ് ഹാവ്, അത് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. വുഡ് ഹാവ് ടോൾഡ്, വുഡ് ഹാവ് ഗോൺ, വുഡ് ഹാവ് കോൾഡ്, വുഡ് ഹാവ് സീൻ. അങ്ങനെ ആ 3 ഡിഫറെൻറ്റ് വേർഡ്സ് അവിടെ വേണം. അപ്പോൾ അത്തരം മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അവിടെ വുഡ് ഉപയോഗിക്കും വുഡ് ഹാവിന് പകരം. അത് തെറ്റാണ്. വേറൊരു മിസ്റ്റേക്ക്, തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എഴുതുമ്പോൾ ഇഫ് ക്ലോസിൽ റോങ് ആയിട്ടുള്ള ഒരു ടെൻസ് ഉപയോഗിക്കും. എക്സാമ്പിൾ, ഇഫ് ഐ ന്യൂ അബൌട്ട് ദ മീറ്റിംഗ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ്. ഞാൻ ആ മീറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്നല്ലേ പറയുന്നത്. അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അതൊരു പാസ്റ്റ് റിഗ്രറ്റ് ആണ്. അവിടെ തേർഡ് കണ്ടീഷണലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിന് പകരം ഇഫ് ഐ ന്യൂ എന്ന് ഉപയോഗിച്ചാൽ അത് റോങ് ആണ്. ഇഫ് ഐ ഹാഡ് നോൺ എന്ന് തന്നെ ഉപയോഗിക്കണം. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ്. ഇനി ഒരു സെൻറ്റൻസ് പറയാം, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇഫ് ഐ വുഡ് സ്റ്റഡി ഹാർഡർ ഐ വുഡ് ഹാവ് പാസ്ഡ്. ഈ സെൻറ്റൻസിൽ 2 മിസ്റ്റേക്ക് ഉണ്ട്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ഹാവ് പാസ്ഡ്. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാകുമായിരുന്നു എന്നാണ്. അതിന് ഫസ്റ്റ് ഇഫ് ക്ലോസിൽ അവിടെ വുഡ് ഉപയോഗിച്ചു. അത് റോങ് ആണ്, അതൊരു മിസ്റ്റേക്ക്. സ്റ്റഡി എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്നാണ്. അപ്പോൾ അതും മിസ്റ്റേക്കാണ്. കോമൺ ആയിട്ട് വരുത്തുന്നതാണ് ഇത്തരം മിസ്റ്റേക്സ്. ഒരു സിറ്റുവേഷൻ പറയാം, പിന്നെ അതിന് 2 ഓപ്ഷൻസും. അതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയണം. സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെറ്റ്, ഒരു ഡോഗ് ഇല്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് പെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഫസ്റ്റ് ഓപ്ഷൻ, ഇഫ് ഐ ഹാഡ് എ ഡോഗ് ഐ വുഡ് ഗോ ഫോർ ലോങ്ങർ വാക്സ് എവറി ഡേ. നെക്സ്റ്റ് ഓപ്ഷൻ, ഇഫ് ഐ ഹാഡ് എ ഡോഗ് ഐ വുഡ് ഹാവ് ഗോൺ ഫോർ ലോങ്ങർ വാക്സ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.